നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇഗ്നോ MA സൈക്കോളജിയിൽ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന പേപ്പറിൽ 2022 ജൂൺ ടേമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പേജിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് ആൻഡ് കൗണ്ടർ കണ്ടീഷനിങ്. ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഹേവിയറിസത്തിനകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവ്ലോവിൻ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റെസ്പോണ്ടിങ് കണ്ടീഷനിങ് തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിലൊരു പേരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, മറ്റൊരു പേരാണ് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ്, വേറൊന്നാണ് പാവ്ലോവിൻ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ പാവ്ലോവിൻ കണ്ടീഷനിങ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തിയത് ഇവാൻ പി പാവ്ലോവ് എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പാവ്ലോവിൻ കണ്ടീഷനിങ് എന്നും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമിനൊക്കെ വരുമ്പോൾ ഈ പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, ഇതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒരു കാര്യം പറയാനുള്ളത്, കാരണം പാവ്ലോവിൻ കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പവും എന്നാൽ അത് തിയറിറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ പാടുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മളത് അറിയാതെ തന്നെ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം സിമ്പിളായിട്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഇതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ച് മനസ്സിലാകാതെ വരും. അപ്പോഴൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് പരമാവധി മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. കാരണം എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഉദാഹരണം മാത്രം എഴുതിയാൽ പോരാ, അവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ വീഡിയോക്കകത്ത് ആദ്യം പറയാറുള്ളത് ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 2 മണിക്കൂറുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് 24 മിനിറ്റാണ് ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നത്. അപ്പം ആ ഒരു ടൈം വെച്ചിട്ട് വേണം നമ്മളിത് എഴുതാനായിട്ട്. ഓക്കെ, നമുക്കെന്നാൽ ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഒന്നാമത് തന്നെ ഇതിനകത്ത് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണം വെച്ച് തന്നെ നോക്കാം. നമ്മുടെ വീട്ടുകളിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. നമ്മളിപ്പം അതിനൊക്കെ ഓരോ പേരിട്ട് കാണും. അപ്പം നമ്മൾ എന്നിട്ട് ഒരു ഉദാഹരണത്തിന് ജിമ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ജിമ്മി വരാൻ വേണ്ടി പറയുമ്പം എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നു. അതിനുശേഷമായിരിക്കും പട്ടിയെ വിളിക്കുമ്പോൾ പട്ടി വരുന്നത്. അപ്പം നമ്മളിങ്ങനെ പട്ടീനെ ട്രെയിൻ ചെയ്യാറുണ്ട്. അതായത് പട്ടീനെ വിളിച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പട്ടീനെ വിളിച്ചാൽ അത് നമ്മുടെ അടുത്തേക്ക് വരും. അത് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അറിയാതെ തന്നെ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴി ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഉദാഹരണം നിത്യജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളിപ്പം വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ട്രാഫിക് ആകുമ്പോൾ റെഡ് ലൈറ്റ് കാണുന്നു, നിങ്ങളവിടെ വണ്ടി ബ്രേക്ക് ഔട്ടും. അതിന് കാരണം എന്ന് വെച്ചാൽ അതൊരു തരത്തിലുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് നടന്നതുകൊണ്ടാണ് നമ്മളവിടെ റെഡ് ലൈറ്റ് കാണുമ്പോൾ ബ്രേക്ക് ഔട്ടുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ഫോബിയ ഉള്ള ആളുകൾ, ഇപ്പം ഓന്തിനെ പേടി, പാറ്റേനെ പേടി, പല്ലിനെ പേടി, ഇപ്പം കാറിനെ പേടി, അങ്ങനെയൊക്കെയുള്ള ഫോബികളുണ്ടാകും. അപ്പോൾ ഈ ഫോബിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രക്രിയ നടന്നതുകൊണ്ടാണ് നമുക്ക് അതിനോട് ഒരു പേടി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി അത് എന്താണ് എന്ന് നമുക്കൊരു തിയറിറ്റിക്കലി ഇനി മനസ്സിലാക്കണം എന്താണെന്ന്. അത് നമുക്ക് നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ ഇതിനകത്ത് കുറേയധികം ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. ആ ടെക്നിക്കൽ ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമത്തെ ടെക്നിക്കൽ ടേമാണ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സംഗതി, അതിന് നമ്മളിൽ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ബെല്ലെന്ന് പറഞ്ഞ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ബെല്ല് കേൾക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനി സ്റ്റിമുലസ് അത് ഒരു എക്സ്റ്റേണൽ ആയിരിക്കണം, അത് നമുക്ക് അനുഭവിക്കാനായിട്ടും പറ്റണം.
അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിന് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എ ന്യൂട്രൽ സ്റ്റിമുലസ് ഈസ് ആൻ ഈവൻറ്റ് ഓർ ഒബ്ജക്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഇനിഷ്യലി ട്രിഗർ എനി റെസ്പോൺസ് ഓൺ ഇറ്റ്സ് ഓൺ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് പറയുന്നത്. എന്താണ്? ബെല്ല് എന്നുള്ള ഉദാഹരണമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത കീ ടൈമിലേക്ക് നമുക്ക് പോകാം. അടുത്ത കീ ടൈമാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. എന്താണ് ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്? ഓക്കെ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് അതിന് എന്ത് ചെയ്യാൻ, ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അതായത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റിമുലസ് ആകാം, ആ ഒരു സ്റ്റിമുലസിന് നമ്മളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഫുഡ് കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അത് ഒരു റെസ്പോൺസാണ്. അപ്പം ഇത് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ള, ലേൺ ചെയ്തെടുത്തിട്ടുള്ളതല്ല. ഇവിടെ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലേണിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലേൺ ചെയ്യാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു തോന്നൽ കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിമുലസിനോട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. ഇതിനൊരു ഡെഫിനേഷനായിട്ട് നോക്കാം. ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഈസ് ആൻ ഈവൻറ്റ് ഓർ ഒബ്ജക്റ്റ്. അത് ഈവൻറ്റും ആവാം, ഒബ്ജക്റ്റും ആവാം. ദാറ്റ് നാച്ചുറലി പ്രൊഡ്യൂസ് ആൻ ഓട്ടോമാറ്റിക് അൺലേൺഡ് റിഫ്ലെക്സ് റെസ്പോൺസ്. ആ റിഫ്ലെക്സ് റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊരു സ്റ്റിമുലസിനെയും നമുക്ക് എന്ത് പറയാം? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ഉദാഹരണമാണ് ഫുഡുണ്ട്, പണിഷ്മെൻറ്റ്. നമ്മൾ പണിഷ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷമം ഉണ്ടാകും. ഇതൊരു എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനകത്ത് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഈ ബെല്ലും അല്ലെങ്കിൽ ഏതൊരു സ്റ്റിമുലസും, ഒരു നാച്ചുറൽ സ്റ്റിമുലസ്, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ്, അതും ഈ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസും തമ്മിൽ ഒരുമിച്ച് കൊടുക്കുന്നു. ഓക്കെ, ഒരുമിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ബെല്ല് അടിച്ചുകൊണ്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു, അല്ലെ പട്ടിയുടെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു, ഒരു പേര് വിളിച്ചുകൊണ്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നു. അതായത് ഇനി അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ആ അൺകണ്ടീഷണൽ റെസ്പോൺസ്, ദ അൺകണ്ടീഷണൽ റെസ്പോൺസ് ഈസ് ദ ഓട്ടോമാറ്റിക് റിയാക്ഷൻ ദാറ്റ് ഒക്യൂർ വിത്തൗട്ട് കോൺഷ്യസ് തോട്ട് വെൻ ആൻ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഈസ് പ്രസൻറ്റ്. അതായത് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ്, ഇവിടെ നമ്മൾ ഉദാഹരണത്തിനകത്തുള്ള ഫുഡ്, ആ ഫുഡ് ഉണ്ടാവുമ്പോൾ അൺകണ്ടീഷൻഡ് ആയിട്ട് തന്നെ ലേൺ ചെയ്യാത്ത ഒരു റെസ്പോൺസ് ഉണ്ടാവണം. നമ്മുടെ വായിൽ സലൈവ വരുന്നു, അല്ല പട്ടിയുടെ വായിൽ സലൈവ വരുന്നു, അല്ലെങ്കിൽ അടി കിട്ടുമ്പോൾ വേദന എടുക്കുന്നു. അപ്പോൾ ഈ വേദനയെ, സലൈവയെ ഒക്കെയാണ് നമ്മൾ എന്താ പറയുക, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കണം. ഓക്കെ, ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് വരുമ്പോൾ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവും. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ന്യൂട്രൽ സ്റ്റിമുലസും നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറേ നാളത്തേക്ക് രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഇവിടെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ഈ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ, സലൈവ വരുന്നത്, അത് പിന്നീട് നമ്മൾ ഫുഡ് കൊടുക്കാതെ തന്നെ ബെല്ലടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പട്ടിയുടെ വായിൽ സലൈവ വരും. അതിനെ നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നു. അതായത് ബെല്ലടിച്ചാൽ സലൈവ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പട്ടി ലേൺ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിനെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇനി അപ്പോൾ ഈ ബെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിനെ കണ്ടീഷൻ ചെയ്തു, അത് ലേൺ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും വിളിക്കുന്നു. ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്ന് നോക്കാം. A conditioned stimulus is an event or object
ദാറ്റ് വാസ് ഇനിഷ്യലി ന്യൂട്രൽ ബട്ട് നൗ ലീഡ്സ് ടു എ ലേൺഡ് റെസ്പോൺസ്. അപ്പോൾ ഇനിയാണ് നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു, എങ്കിലും നമ്മളൊരു ഡെഫിനേഷനായിട്ട് നോക്കാം. എ റെസ്പോണ്ടൻ കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇൻ വിച്ച് എ സ്റ്റിമുലി, സ്റ്റിമുലിയുടെ പേര് ന്യൂട്രൽ സ്റ്റിമുലി, അതായത് ബെല്ല്, ബിക്കം അസോസിയേറ്റഡ് വിത്ത്, ഇവിടെ അസോസിയേറ്റഡ് എന്നുള്ള വാക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, അസോസിയേറ്റഡ് വിത്ത് അല്ലെ പെയർ വിത്ത് അനദർ സ്റ്റിമുലി, അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഏതാണ്? ഫുഡ്. അതായത് ബെല്ലും ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ബെല്ലിന് അല്ല ഫുഡിന് നാച്ചുറലി തന്നെ ഒരു അൺകണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതായത് സലൈവ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നാൾ പെയർ ചെയ്യുമ്പോൾ ആസ് എ റിസൾട്ട് ദ കണ്ടീഷൻഡ് സ്റ്റിമുലി എലിസിറ്റ് എ സിമിലർ റെസ്പോൺസ്. കണ്ടീഷൻഡ് സ്റ്റിമുലി ആയിട്ടുള്ള ബെല്ല് എലിസിറ്റ് എ സിമിലർ റെസ്പോൺസ്, അതായത് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കുന്നു, അതായത് വായിൽ സലൈവ ഉണ്ടാക്കുന്നു, വിത്തൗട്ട് ഏതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, വിത്തൗട്ട് ഫുഡ്. അതായത് ഫുഡില്ലാതെ തന്നെ ബെല്ലിന് വായി സലൈവ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു. ഇനി പഠിക്കുക മാത്രമല്ല, നമുക്കിതിനെ ഇല്ലാതാക്കാനും പറ്റും, അൺലൈൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതെന്തിനാണ് അൺലൈൻ ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു, ഇത് നിത്യജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുവഴി പഠിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫോബിയ, ഇപ്പം ആൽക്കഹോള്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ട്. ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദോഷമാണെങ്കിൽ പല ആളുകളും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ അല്ല ചേച്ചി അല്ല സാറേ എന്ന് പറഞ്ഞിട്ട് പറയും, എനിക്ക് ഇന്ന ഫോബിയ ഉണ്ട്, അത് മാറ്റി തരണം. അപ്പം നമ്മൾ ക്ലിനിക്കൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്കിതെങ്ങനെ അൺലൈൻ ചെയ്യിപ്പിക്കാമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു കാര്യത്തെ അൺലൈൻ ചെയ്യുന്ന കാര്യത്തെ പറയുന്ന പേരാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് മാത്രമാണ് എക്സ്റ്റൻഷന്. എക്സ്റ്റൻഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വീക്കനിങ്. ഓക്കെ, നോക്കുക, എക്സ്റ്റൻഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വീക്കനിങ് ആൻഡ് എലിമിനേറ്റിംഗ് ദി കണ്ടീഷൻഡ് റെസ്പോൺസ് ബൈ പ്രസൻറ്റിംഗ് ദി കണ്ടീഷൻഡ് സ്റ്റിമുലസ് വിത്തൗട്ട് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് റിപ്പീറ്റഡ്ലി. മനസ്സിലായി കാണത്തില്ല എന്ന് തോന്നുന്നു, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. എക്സ്റ്റൻഷൻ ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ടെർമിനേറ്റിംഗ് കണ്ടിജൻസി, ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക, ടെർമിനേറ്റിംഗ് കണ്ടിജൻസി. കണ്ടിജൻസി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എക്സ്റ്റൻഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ടെർമിനേറ്റിംഗ് കണ്ടിജൻസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് നമ്മുടെ ഫുഡും ബെല്ലും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇല്ലാതാക്കുന്നതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ സംഭവിക്കാം, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിയുടെ വായി സലൈവ വരിക എന്നുള്ള റെസ്പോൺസ് ഇല്ലാതാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ നമുക്ക് അൺലൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് പട്ടിയുണ്ട്, പട്ടീനെ നമ്മൾ ഇതേപോലെ തന്നെ അടിച്ച് വിളിച്ച് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞാലും പിന്നീട് കണ്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞാലും പട്ടിയുടെ വായി സലൈവ വരുന്ന ഒരു കണ്ടീഷൻ വരുന്നു. നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ബെല്ലടിക്കുന്നു, പക്ഷേ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുക, കുറേ തവണ കഴിയുമ്പോഴത്തേക്കും ബെല്ലടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സലൈവ വരുന്നത് അങ്ങ് നിൽക്കും.
അപ്പോൾ പട്ടി ആ ഒരു സാധനം അങ്ങ് മറന്നു പോകും, അല്ലെങ്കിൽ അൺലേൺ ചെയ്യും. ഓക്കെ, ബെല്ല് കേട്ടിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഫുഡൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പട്ടി പഠിക്കും. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് ഗ്രാജുവലായിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് ലേണിങ്ങും ഗ്രാജുവലായിട്ട് നടക്കുന്നത്, കണ്ടീഷനിങ്ങും ഗ്രാജുവലായിട്ട് നടക്കുന്നതാണ്. എക്സ്റ്റൻഷനും ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു ടൈമുണ്ട്, സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നതാണ് അടുത്ത ടൈം. സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറഞ്ഞാൽ, അതായത് സ്പോണ്ടേനിയസ് റിക്കവറി ഈസ് ദ റീഅപ്പിയറൻസ് ഓഫ് കണ്ടീഷൻഡ് റെസ്പോൺസ്. കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സലൈവ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് നാൾ കഴിഞ്ഞ്, വിത്തൗട്ട് എക്സ്പോഷർ ടു ദി കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവുന്ന എപ്പോഴാണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ കണ്ടീഷൻഡ്. ഓക്കെ, അതായത് നമ്മൾ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഈ പട്ടിക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ നടന്നതിന് ശേഷം, എക്സ്റ്റൻഷൻ നടക്കാമെന്ന് അൺലൈൻ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു തവണ ഈ ബെല്ലിൻ്റെ സൗണ്ട് വെക്കുമ്പോഴും പട്ടിയുടെ വായിൽ സലൈവ വരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറഞ്ഞത്. പണ്ട് പഠിച്ച കാര്യം അത് പെട്ടെന്നൊരു ഇതിൽ ഓർമ്മ വരുന്നു എന്നുള്ള. ഓക്കെ, ഇതിനൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ ഹൂ ഹാസ് അണ്ടർഗോൺ extinction for a fear of dog see a dog after a long time the fear may return. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ്റെ പ്രൊസീജിയറുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. 2 പ്രൊസീജിയറുകളാണ് ഉള്ളത്. ഒരു ഗ്രാജുവൽ പ്രൊസീജിയറുണ്ട്, പിന്നെ ഒരു നോട്ട് ഗ്രാജുവൽ പ്രൊസീജിയറുണ്ട്. ഗ്രാജുവൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കനിങ് എ കണ്ടീഷൻഡ് റെസ്പോൺസ് when the conditioned stimulus is repeatedly presented without unconditioned stimulus. ഒന്നുകൂടെ പറയാം. അതായത് ഗ്രാജുവൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ സിസ്റ്റമാറ്റിക്കായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതിനൊരു ഹൈറാർക്കി ഉണ്ടാവും. അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ പയ്യെ കുറച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാജുവൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഒരു ബിഹേവിയർ ലേൺ ചെയ്തു, ഇനി അതിനെ നമുക്ക് അൺലൈൻ ചെയ്യിക്കണം. അൺലൈൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അൺലൈൻ ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളതിനെ അൺലൈൻ ചെയ്യിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു കുട്ടിക്ക് വെള്ളത്തിലിറങ്ങുന്നത് പേടിയാണ്, കുളിക്കുന്നത് പേടിയാണ്, വെള്ളത്തിലിറങ്ങി കുളിക്കുന്നത് പേടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ കുട്ടിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും അധികം പേടി ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും, എനിക്ക് വെള്ളത്തിലിറങ്ങുന്നതാണ് പേടി എന്ന് പറയും. ഓക്കെ, അതിലും കുറച്ച് പേടി കുറവുള്ള എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയാം, എനിക്ക് കരയിൽ നിൽക്കുന്നതാണ് പേടി, വെള്ളത്തിനടുത്തൊക്കെ പോകുന്ന പേടിയാണ് എന്ന് പറയും. അതിലും കുറച്ചും കൂടെ പേടി കുറവുള്ള എന്താണെന്ന് ചോദിക്കും. എനിക്ക് വെള്ളത്തെ കാണുന്നതാണ് അതിലും കുറച്ചും കൂടെ പേടി കുറവ്. ഇനി അത് ചോദിക്കും, ഏറ്റവും പേടി കുറവ് ഏതാണെന്ന് ചോദിക്കും. അപ്പം വെള്ളത്തിൻ്റെ ഫോട്ടോ കണ്ട അത്ര വലിയ പേടിയില്ല, എന്നാലും കുറച്ചൊക്കെ പേടി ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഫിയറുള്ള വെള്ളത്തിൻ്റെ ഫോട്ടോ കാണുക എന്നുള്ള അവസ്ഥയെ കുട്ടീനെ എക്സ്പോഷർ ചെയ്യിക്കും. ഓക്കെ, അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും ഫിയറായിട്ടുള്ള സിറ്റുവേഷനെ അഭിമുഖീകരിപ്പിക്കും. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു അൺലൈൻ പ്രോസസ്സും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ അൺലൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഗ്രാജുവൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തുണ്ട് എന്താണ് നോട്ട് ഗ്രാജുവൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കുട്ടിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. ഇതേ കുട്ടിയെ തന്നെ നമ്മൾ നോട്ട് ഗ്രാജുവലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരെ കൊണ്ടുവന്ന് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് അങ്ങ് ഇടും. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഉണ്ടാവും. അപ്പം ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഫിയറൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അവനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല, അവിടെ തന്നെ ഇടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ആങ്സൈറ്റിയും ഇതൊക്കെ പയ്യെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്ത് കഴിയുമ്പോൾ പയ്യെ അങ്ങ് റെഡ്യൂസ് ചെയ്ത് ആ ഒരു കുട്ടി ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യുന്നതിലേക്ക് വരും.
ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താണ് നോട്ട് ഗ്രാജുവൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഫ്ലഡിങ് എന്നുള്ള മറ്റൊരു ടൈമിലും കൂടെ ഉപയോഗിക്കേണ്ടി പറ്റും. ഇത് നമ്മൾ തെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഭയങ്കരമായിട്ടൊരു ഇമോഷൻ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടിടും. ആ ഇമോഷണൽ പീക്കിലെത്തിയെങ്കിൽ കൂടി നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ആ കുട്ടീനെ സമ്മതിക്കാതെ നിർത്തി പയ്യെ ആ ഒരു ഇമോഷൻ പയ്യെ കുറഞ്ഞു വരുമ്പോൾ ആ കുട്ടി മനസ്സിലാകും, ഓക്കെ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ആൾ പഠിച്ച് ആ ലേൺ ചെയ്തെടുത്ത കാര്യം അൺലേൺ ചെയ്യുന്നു. ഓക്കെ, മറ്റേതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറയാം. ഈ ഗ്രാജുവലായിട്ടുള്ള പ്രോസസ്സിന് എക്സ്റ്റൻഷനെ നമുക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നതാണ് കൗണ്ടർ കണ്ടീഷനിങ്. കൗണ്ടർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ റീപ്ലേസിങ് ഓർ റെഡ്യൂസിങ് ആൻ അൺവാണ്ടഡ് റെസ്പോൺസ് ടു എ സ്റ്റിമുലി വിത്ത് എ ഡിസൈർഡ് റെസ്പോൺസ് ത്രൂ കണ്ടീഷനിങ് ഈസ് കോൾഡ് കൗണ്ടർ കണ്ടീഷനിങ്. അതായത് ഇവിടെയും നടക്കുന്നത് കണ്ടീഷനിങ് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്പോൺസിനെ നമ്മൾ മാറ്റി ഒരു നല്ലൊരു റെസ്പോൺസ്, നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ റെസ്പോൺസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഈ കണ്ടീഷനിങ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മൾ കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതിന് 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനായിട്ട് ഉണ്ട്, രണ്ടാമതായിട്ട് വരുന്ന അവേർഷൻ തെറാപ്പിക്കകത്തും ഉണ്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഫോബിയ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കുട്ടിക്ക് വെള്ളത്തിലിറങ്ങാനായിട്ട് പേടിയാണെന്ന് കരുതുക. അയാളെ നമ്മൾ ഈ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഒരു ഹയറാർക്കി ഉണ്ടാക്കുന്നു. ഏറ്റവും ലീസ്റ്റ് പേടി എവിടെയാണോ ഏറ്റവും ഹയസ്റ്റ് പേടി ഏത് സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ ആ ഒരു ഹയറാർക്കിയിലൂടെ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫിയറുള്ള സിറ്റുവേഷനായിട്ട് ആ കുട്ടീനെ കൊണ്ടെത്തിക്കുന്നു. അതായത് വെള്ളത്തിൻ്റെ പിക്ചർ കാണുന്ന പേടി, ആ ഒരു സിറ്റുവേഷനാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ കണ്ടീഷനിങ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കുട്ടീനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് നമ്മൾ പറയും ഈ ഒരു പിക്ചർ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് ഓക്കെ എനിക്ക് ഫിയർ തോന്നുന്നു, ആങ്സൈറ്റി തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കുട്ടിയോട് വളരെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ പിക്ചർ കാണുമ്പോൾ ഫിയറാണ് ഉണ്ടാകുന്നത്. ആ ഫിയറിനെ മാറ്റി കുറേ കൂടി ഫേവറബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിട്ടുള്ള റിലാക്സേഷനെ നമ്മൾ കണ്ടീഷൻ ചെയ്യുക. ഓക്കെ, അതായത് ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് റിലാക്സേഷനെ കണ്ടീഷൻ ചെയ്യുക, മറ്റേതിനെ അൺലൈൻ ചെയ്യിക്കുക, ഫിയറിനെ അൺലൈൻ ചെയ്യിക്കുക. ഇത് നടന്നു കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പഠിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും, അടുത്ത ഹയറാർക്കിയിൽ അടുത്ത ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് പോകും. ആ ഘട്ടം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ദൂരെ നിന്ന് കാണുക എന്നുള്ളതായിരിക്കും. അവിടെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യും, ഇതേപോലെ തന്നെ കുട്ടിയോട് പറയും, വെള്ളത്തെ കാണിക്കും. എന്നിട്ട് പറയും ഓക്കെ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ റിലാക്സ് ചെയ്ത് ആ ഫിയറിനെ മാറ്റി പകരം എന്തു ചെയ്യും, ആ റിലാക്സേഷൻ എന്നുള്ള സാധനത്തെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് അവിടെ ഉറപ്പിക്കും. ഓക്കെ, ഇങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ വെള്ളത്തിലിറക്കിയിട്ട് റിലാക്സേഷൻ ചെയ്യിച്ച് അതിനെ കണ്ടീഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കും. പിന്നീട് കുട്ടിക്ക് വെള്ളത്തിലിറങ്ങിയാലും ഫിയർ ഉണ്ടാവത്തില്ല, പകരം എന്താണ് ഉണ്ടാവുക, ഒരു റിലാക്സേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ റിലാക്സേഷനായിട്ട് കണ്ടീഷൻ ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്തത്, റെസ്പോൺസാണ് ചേഞ്ച് ചെയ്തത്. ഓക്കെ, ആ റെസ്പോണ്ടിങ് ബിഹേവിയറാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ആ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ എന്നുള്ള സാധനം മാറ്റി നമ്മൾ റിലാക്സേഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അവേർഷനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ തന്നെ നടക്കത്തില്ല. ചില കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഔട്ട്കമ്മിനെ മാറ്റേണ്ടി വരും. ഇപ്പം നമ്മൾ റെസ്പോണ്ടിനെയാണ് മാറ്റിയെങ്കിൽ ഇനി ഔട്ട്കമ്മിനെ മാറ്റേണ്ടി വരും. ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ മദ്യപാനം പുകവലിയുള്ള കേസുകളൊക്കെ നമ്മൾ എടുക്കുക. ഇപ്പോൾ ആളുകൾ എന്തിനാണ് ഈ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത്, അവർക്കൊരു പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് വെള്ളം അടിക്കുമ്പോഴോ സിഗരറ്റ് വലിക്കുമ്പോഴൊക്കെ അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ റിലാക്സേഷനൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്, അവർക്ക് വെള്ളം അടിച്ചാലോ സിഗരറ്റ് വലിച്ചാലോ ഉണ്ടാവുന്ന ആ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കത്തെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ ചേഞ്ച് ചെയ്യും, ഒരു നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം കൊടുക്കും. അതായത്
വെള്ളം അടിക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് കൊടുക്കുന്നു, അത് സിഗരറ്റ് വലിക്കുന്നു, സിഗരറ്റ് വലിച്ചു കഴിയുമ്പോൾ നമ്മൾ ഷോക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ഔട്ട്കം. അപ്പം അങ്ങനെ കുറച്ച് നാൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആൾ മനസ്സിലാക്കും, ഓക്കെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകും. അങ്ങനെ പയ്യെ പയ്യെ നമ്മുടെ ആ ഒരു സിഗരറ്റ് വലി എന്നുള്ള, അല്ലെങ്കിൽ വെള്ളം കള്ളുകൂടി എന്നുള്ള ആ ഒരു ബിഹേവിയറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ അവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അവേർഷൻ തെറാപ്പി മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തോട് ഒരു അവേർഷനായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു അവേർഷനായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഒരു ലൈക്കിംഗ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടീഷനിങ്ങിലൂടെ എന്താണ് ഉണ്ടാക്കിയെടുക്കുക? അവേർഷൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കാനായിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി കാണും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.